നമ്മുടെ സ്വർഗീയ പിതാവ് സ്വർഗത്തിൽ നിന്ന് നമ്മളെ നോക്കുന്നുവെന്ന് നാം വിശ്വസിക്കുന്നു. ഇങ്ങനെ നിങ്ങളെ സ്വർഗത്തിൽ നോക്കുന്ന നിങ്ങളുടെ പിതാവിനെ പറ്റി നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം കാണുമല്ലോ. അതെന്താണ്? ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, മിക്കവാറും സമയം നിങ്ങൾ അവങ്കിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ അവനെ കാണുന്ന എങ്ങനെയാണ്? അവനെങ്ങനെയാണ് നിങ്ങളെ നോക്കുന്നത്? നിങ്ങൾ പല തെറ്റും ചെയ്യുന്നതുകൊണ്ട് അവൻ കോപത്തോടെയാണ് എന്നെ നോക്കുന്നതെന്നാണോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? 135-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരു വാക്യം കാണിക്കാം. ഈ വാക്യത്തിലൂടെ അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് സംസാരിച്ച കാണാം. 135-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയുമാകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല. ഈ കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. വിഗ്രഹം, വ്യാജ ദൈവം. 18-ാം വാക്യം, അവയെ ഉണ്ടാക്കുന്നവൻ അവയെപ്പോലെ ആകുന്നു. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത്, ദൈവം എന്നെ നെറ്റി ചുളിച്ചാൽ നോക്കുന്നെന്ന് ചിന്തിച്ചാൽ നീയും അങ്ങനെ ആയിരിക്കും. നീ മറ്റുള്ളവരെ നെറ്റി ചുളിച്ച് നോക്കും. നീ എങ്ങനെ ആയിരിക്കും നിൻ്റെ ഭാര്യയെ നോക്കുന്നത്, നിൻ്റെ മക്കളെ നോക്കുന്നത്? ഇങ്ങനെയുള്ള അനേകരുണ്ട്. അവർക്ക് സന്തോഷം കാണത്തില്ല. അവരെപ്പോഴും ഗൗരവമുള്ളവരും അതൃപ്തരുമായിരിക്കും. എല്ലായിടത്തും അവരെന്തെങ്കിലും കുഴപ്പം കാണും. എല്ലാവരും നെറ്റി വിളിച്ച് നോക്കും. അതിന് കാരണം അവരാരാധിക്കുന്ന ദൈവം അവരെ നോക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ആയിരിക്കുന്നത്. ഇവിടെ അതാ പറയുന്നു. അവരുണ്ടാക്കിയ ദൈവം അങ്ങനെയാണ്. അതൊരു വിഗ്രഹമാണ്. അത് നമ്മുടെ സ്വർഗീയ പിതാവല്ല. നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് അവൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണെന്നോ, നിങ്ങളെ അവൻ വളരെ സ്നേഹിക്കുന്നെന്നോ, നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവാണെന്നോ? അവൻ തെറ്റായ ഒരു കാര്യം നിന്നിൽ കാണുമ്പോഴും അവൻ്റെ സ്നേഹം നിന്നെ ശുദ്ധീകരിക്കുന്നു. അവൻ ക്രോധിക്കുന്നില്ല. ദൈവം കോപത്തോടെ എന്നെ നോക്കിയാൽ ഞാൻ ഭയപ്പെടും. ഞാൻ അവൻ്റെ അടുക്ക് പോകുകയില്ല. നിങ്ങളുടെ മക്കളെ കോപത്തോട് നോക്കിയാൽ അവർ നിങ്ങളുടെ അടുക്കൽ വരുമോ? ഞാൻ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഭാവത്തെ പറ്റിയല്ല പറയുന്നത്. നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നീ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടന്നാൽ എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് ആളുകൾ ചിന്തിക്കും. എന്നാൽ ഞാൻ പറയുന്നത് നമ്മുടെ മുഖത്തു നിന്ന് പ്രസരിക്കുന്ന ഒരു സന്തോഷത്തെ പറ്റിയാണ്. നമ്മൾ ചിരിക്കുകയോ ചിരിക്കാതിരിക്കുകയോ നമ്മളോട് അടുത്ത് വരുന്ന ആളുകൾ കാണുന്ന ഒരു സന്തുഷ്ടനായ ആളെ ആയിരിക്കണം. കാരണം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. കാരണം നമ്മെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. അത് നമുക്ക് വിവരിക്കാൻ കഴിയില്ല. അനേക വർഷങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം, മിക്ക ക്രിസ്ത്യാനികൾക്കും അങ്ങനെ തന്നെയാണ്. യോഹന്നാൻ 3:16 മിക്ക ക്രിസ്ത്യാനികൾക്കും ഇഷ്ടപ്പെട്ട വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നാൽ 50 കൊല്ലം മുമ്പ് ദൈവം തൻ്റെ ആത്മാവിനെ എന്നെ നിറച്ചപ്പം എൻ്റെ വീണ്ടും ജനനത്തിന് അനേക വർഷത്തിനപ്പുറം എൻ്റെ പ്രിയപ്പെട്ട വാക്യം അത് യോഹന്നാൻ 17:23 വാക്യമായി. അത് വളരെ അറിയപ്പെടുന്ന ഒരു വാക്യമല്ല. എന്നാൽ ഈ വാക്യത്തിലെ സത്യം അറിഞ്ഞത് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റാനിടയായി. ഈ വാക്യം എല്ലാവർക്കുമുള്ള ഒരു വാക്യമല്ല. ലോകത്തിലുള്ള എല്ലാവരോടും ഈ വാക്യം പറയാനും കഴിയില്ല. മുഴുവൻ ലോകത്തിനും യോഹന്നാൻ 3:16 ദൈവം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തിലുള്ള എല്ലാവർക്കുമുള്ള വാക്യമാണത്. എന്നാൽ ഇവിടെ യോഹന്നാൻ 17:9 യേശു പറഞ്ഞു, ഇത് യേശുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിക്കാനായിട്ട് എല്ലാം ത്യജിച്ചവരാണ്. ഞാൻ ഇവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള ക്രിസ്ത്യാനികൾക്ക്
വേണ്ടിയുമല്ല, അല്ല, എന്നാൽ നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് വേണ്ടിയാണ്. തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി. നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മളാരും പൂർണ്ണരല്ല, ആ ശിഷ്യന്മാരും പൂർണ്ണരായിരുന്നില്ല. എന്നാൽ കർത്താവിനെ അനുഗമിക്കാൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വാക്യം നിങ്ങൾക്കുള്ളതാണ്. യോഹന്നാൻ 17:23 ആ വാക്യത്തിൻ്റെ മധ്യത്തിൽ യേശു ഇപ്രകാരം പ്രാർത്ഥിച്ചു തൻ്റെ പിതാവിനോട്: നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഇവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയുവാനും തന്നെ. ഞാൻ അറിയുന്നിടത്തോളം ദൈവവചനത്തിൽ ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ, യേശുവിനെ പിതാവ് സ്നേഹിച്ചതുപോലെ തന്നെ എന്നെയും സ്നേഹിക്കുന്നുവെന്ന്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എത്രയോ ആഴവും പരപ്പുമുള്ള ഒരു കാര്യം. അതേപ്പറ്റി ചിന്തിച്ചേ. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമോ എത്ര ആഴത്തിൽ പിതാവ് യേശുവിനെ സ്നേഹിച്ചിരുന്നെന്ന്? കാരണം യേശു ചെയ്ത എല്ലാ കാര്യവും പിതാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. പിതാവ് പറഞ്ഞു, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. അന്ത്യ അത്താഴത്തിന് മുമ്പ് ശിഷ്യന്മാർ ഇവിടെ ആയിരിക്കുകയാണ്. ഇവരെല്ലാം പൂർണ്ണമായി ശരിയായിട്ട് ചെയ്തവരല്ല. അവരുടെ ജീവിതാവസാനം വരെ എല്ലാം പൂർണ്ണമായിട്ട് ശരിയായി ചെയ്തവരല്ല, നമ്മളെപ്പോലെ തന്നെ. എന്നാൽ കർത്താവിനെ അനുഗമിക്കാനായിട്ട് അവർക്ക് ശരിയായ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് പിതാവ് അംഗീകരിച്ചു. അതുപോലെ തന്നെ യേശുവിനെ സ്നേഹിച്ച പോലെ അവരെയും സ്നേഹിച്ചു. എന്നെ ഉത്സാഹിപ്പിക്കുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന ഈ കാര്യം ഞാൻ ദൈവത്തോട് അവകാശമായിട്ട് ചോദിച്ചു. എൻ്റെ പരീക്ഷയുടെ സമയത്ത് അതെനിക്ക് വിശ്വാസം പകർന്നു തന്നു. എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ നെറ്റിച്ചുളിച്ചല്ല നോക്കുന്നത്, എന്നാൽ യേശുവിനെ സ്നേഹിച്ച പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നവനാണ്. എൻ്റെ മനസാക്ഷി ശുദ്ധമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ ഇതെന്നെ വളരെ ഉത്സാഹിപ്പിക്കാറുണ്ട്. യേശുവിനെ സ്നേഹിച്ച പോലെ തന്നെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ഞാൻ തെന്നി വീണാലും ഞാൻ പെട്ടെന്ന് തന്നെ മടങ്ങി വരും. അവൻ പിന്നെയും എന്നെ സ്നേഹിക്കും. അതെന്നെ എൻ്റെ സഭയിലുള്ള കൂട്ടുവിശ്വാസികളെ നോക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ടായി. ഒരുപക്ഷെ അവർ തെന്നി വീണിട്ടുണ്ടാവും. അത് എൻ്റെ ഭാര്യയെ നോക്കുന്നതിൽ എനിക്ക് വ്യത്യാസമുണ്ടാക്കി. എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി കാണുന്നതിലും. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ പോലെ നമ്മളും ആകും. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണിത്. എൻ്റെ സ്വർഗീയ പിതാവിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതാണ് എന്നെ ഞാൻ ആരാണോ അതാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഈ കോൺഫറൻസിൻ്റെ വിഷയമെന്ന് പറയുന്നത് എങ്ങനെയാണ് കുലുക്കമില്ലാത്തവരായി, ഉറപ്പുള്ളവരായി, ഒരു പാറ പോലെ നമുക്കാകാൻ കഴിയുന്നത്. അതുകൊണ്ട് നാം ചിന്തിക്കാൻ പോകുന്നത് ഈ കുലുക്കമുള്ള ലോകത്തിൽ നമുക്കെങ്ങനെ കുലുക്കമില്ലാത്തവരായി ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ ആദ്യം വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം എഫേസ്യയിലുള്ള ക്രിസ്ത്യാനികൾക്കായിട്ട് പൗലോസ് 2 പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നാം കാണുന്നുണ്ട്. അതിൽ 2-ാമത്തെ പ്രാർത്ഥനയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഞാൻ ആദ്യത്തെ പ്രാർത്ഥന നിങ്ങളെ കാണിക്കാം. 1-ാമത്തെ പ്രാർത്ഥന എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലാണ്. അതിൻ്റെ 16-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത്: നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട്. അവൻ്റെ പ്രാർത്ഥന ഇതാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് തരേണ്ടതിനും. അതാണ് ആദ്യം നമുക്ക് വേണ്ടത്, വെളിപ്പാടിൻ്റെ ആത്മാവ്. അത് നിങ്ങൾക്ക് യേശുവിനെ പറ്റിയുള്ള ശരിയായ കാഴ്ച തരും. അങ്ങനെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. 18-ാം വാക്യം മുതൽ നമുക്കത് വായിക്കാൻ കഴിയും. ഇനിയും നമ്മൾ കാണുന്ന 2-ാമത്തെ പ്രാർത്ഥന ഇതാണ്: ഒരിക്കൽ യേശുവിൻ്റെ തേജസ് നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് കാണിച്ച ശേഷം. 2-ാമത്തെ പ്രാർത്ഥന എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത് 3-ാം അധ്യായത്തിൻ്റെ 14-ാണ്. അത് നിമിത്തം
16-ാം വാക്യത്തിൽ അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. ഇവിടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വെളിപ്പാട് തരണമെന്നല്ല. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും. ഇതെന്താണെന്ന് നാം മനസ്സിലാക്കുന്നു. നാം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ നാം വീണ്ടും ജനിച്ചു. ചില വിവർത്തനങ്ങളിൽ അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയം തൻ്റെ വീടായിട്ട് തോന്നും. നിങ്ങൾ ചില വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട് നിങ്ങളുടെ വീടായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ആ വീട്ടിൽ പ്രവേശിച്ചാൽ ഉടനെ നിങ്ങൾക്ക് അവിടെ ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങളെ നിങ്ങളായിരിക്കുന്ന പോലെ സ്വീകരിച്ച ഒരു കുടുംബമാണത്. എന്നാൽ മറ്റു ചില വീടുകളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ശരിയാണ്, അവർ നിങ്ങളെ സ്വീകരിച്ചു, നിങ്ങൾക്ക് എപ്പോഴും ഒരു വല്ലായ്മ തോന്നും. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ പറയുന്നത് ശരിയാണോ? ഒരു വീടിൻ്റെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളായിരിക്കുന്ന പോലെ നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു കുടുംബത്തിൽ ചെന്ന അനുഭവം. ഒരു പക്ഷേ 1-2 ദിവസത്തേക്ക് നിങ്ങളവിടെ ചെന്നായിരിക്കാം. നിങ്ങളുടെ വീട്ടിലെ പോലെ നിങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മറ്റു ചില വീട്ടിൽ ചെല്ലുമ്പോൾ അവർ നല്ലവരാണ്, എന്നാൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നം. ഇവിടെ ആ പരിഭാഷയിൽ പറഞ്ഞ് ക്രിസ്തുവിന് നിന്റെ ഹൃദയം അവൻ്റെ വീട് പോലെ തോന്നും. നിങ്ങൾക്ക് മനസ്സിലായോ? നാം നമ്മുടെ ഹൃദയത്തിൽ അവന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കും. ഇവിടെ വായിക്കുന്നത് അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും. യേശു മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ ചെന്നപ്പോൾ അത് അവൻ്റെ സ്വന്തം ഭവനം പോലായിരുന്നു അവന്. എന്നാൽ അത് സംഭവിക്കുന്നത് നമ്മൾ 17-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുമ്പോഴാണ്. അങ്ങനെ ഒരു ഹൃദയം, അതാണ് യേശുവിന് സ്വന്തം ഭവനമായി തോന്നുന്നത്. വേരൂന്നി അടിസ്ഥാനപ്പെട്ട് സ്നേഹത്തിൻ്റെ ശക്തമായ ഒരു അടിത്തറ. നമുക്കറിയാമല്ലോ അടിസ്ഥാനം. ഉദാഹരണത്തിന് ആളുകളെ അടിസ്ഥാനമിടുമ്പോൾ മുകളിൽ പണിയുന്ന സകലതും ആ അടിസ്ഥാനത്തിന് മുകളിൽ തന്നെ ആയിരിക്കും. ആ അടിസ്ഥാനത്തിന്മേൽ എത്ര ഉയരത്തിൽ നിങ്ങൾ പണിതാലും അതിൻ്റെ ഒരു ഇഷ്ടിക പോലും ആ അടിസ്ഥാനത്തിന് പുറത്തായിരിക്കില്ല. അതിൻ്റെ മുകളിലത്തെ നില പുറത്തേക്ക് തള്ളി നിന്നാലും അതും അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും. അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. എൻ്റെ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയിരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ശക്തമായ അടിസ്ഥാനം അതായിരിക്കണം. അതിൻ്റെ ഒരു ഫലം ഇതായിരിക്കും: ഞാൻ തന്നെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവനായിരിക്കും. എന്നിൽ നിന്ന് എന്തൊക്കെ പുറത്തു വരുമോ അതെല്ലാം സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊരു കെട്ടിടത്തോട് ഉപമിച്ചാൽ, നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ എഴുതുന്ന കത്തുകൾ, നിന്റെ സംസാരം എല്ലാം ഈ അടിസ്ഥാനത്തിലായിരിക്കണം. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിന്ന് മറ്റെല്ലാവരിലേക്ക് ഒഴുകുന്നു. അങ്ങനെ ആ സ്നേഹം നിങ്ങളിൽ നിന്ന് ഒഴുകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. 18-ാം വാക്യം: നീളവും വീതിയും ഉയരവും ആഴവും. ഇത് 4 അളവുകളാണ്. സാധാരണ നാം കാണുന്ന 3 വശങ്ങളാണ്. ഇതിന് 4 വശങ്ങളുണ്ട്. അതിൻ്റെ വീതി, നീളം, ഉയരം, ആഴം. വീതി, നീളം, ഉയരം, ആഴം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അറിവുകൊണ്ട് നമുക്കത് വിവരിക്കാനായിട്ട് കഴിയത്തില്ല. അത് നിങ്ങൾക്ക് വിവരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ജ്ഞാനത്തെ കവിയുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിവരിക്കാൻ പറ്റത്തില്ല. കണക്ക് പുസ്തകത്തിൽ ഒരു കണക്ക് നിങ്ങൾക്ക് വിവരിച്ച് പറയാൻ കഴിയും. ഒരുപക്ഷെ ശാസ്ത്രം നിങ്ങൾക്ക് വിവരിക്കാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ ഇത് ജ്ഞാനം കൊണ്ട് ഒരു മനുഷ്യന് വിവരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്, വിവരിക്കേണ്ടതല്ല. അതുകൊണ്ട് ഇത് ജ്ഞാനത്തിനപ്പുറത്തുള്ള ഒരു കാര്യമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെപ്പറ്റി നിങ്ങൾക്ക് പല സന്ദേശങ്ങളും കേൾക്കാൻ കഴിയും. ഇങ്ങനെയുള്ള അനേക സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെപ്പറ്റി ഒത്തിരി വിശ്വാസികളും കേട്ടിട്ടുണ്ട്. എന്നാൽ അതവരുടെ അറിവിൽ മാത്രമാണ്. അതവരനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ സ്നേഹിക്കും. അത് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോട് ക്ഷമിക്കാനും സഹായിക്കും. മറ്റുള്ളവർ അവരോട് ചെയ്ത ആ ദ്രോഹം ഓർക്കാതെ വണ്ണം അവരോട് ക്ഷമിക്കാനായിട്ട് അത് അവരെ സഹായിക്കും.
പരിശുദ്ധാത്മാവ് ഇത് ചെയ്യുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ്. നോക്കൂ, ഇതാണ് പൗലോസിന്റെ പ്രാർത്ഥന. ക്രിസ്തു ആരാണെന്നും അവൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവൻ 1-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇവിടെ അവൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് എന്തിനു വേണ്ടി അവൻ മരിച്ചോ അത് നിങ്ങളിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ്. അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ അടിസ്ഥാനപ്പെട്ട് വേരൂന്നുന്നതാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നുള്ള പൂർണ്ണ ഉറപ്പ് യേശുവിനെ സ്നേഹിച്ച പോലെ തന്നെ ഇത് നമ്മിൽ സത്യമാകാനായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിച്ചാൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും മാറും. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് നിങ്ങളെങ്ങനെ ഉള്ള ഒരാളാണെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തെ നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയത്തില്ല. നിങ്ങളെ അവൻ തുറച്ചു നോക്കുന്നില്ല. അവൻ നമ്മെ തിരുത്തും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ തിരുത്തുന്നതാണ്. നിങ്ങൾക്കറിയാമോ, ദൈവവചനത്തിൽ നാം വായിക്കുന്നത് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ ചെയ്ത ഒരു കാര്യം, തൻ്റെ പിതാവിനെ അവൻ നമുക്ക് വെളിപ്പെടുത്തി. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്താ വായിക്കുന്നത്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ തൻ്റെ പിതാവ് ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ജീവിതത്തിലൂടെ അവൻ ചെയ്ത ഒരു ശുശ്രൂഷ തൻ്റെ പിതാവ് എങ്ങനെയാണെന്ന് നമ്മെ കാണിച്ചു തരികയായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, തൻ്റെ അന്ത്യ അത്താഴത്തിൽ അവൻ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. യേശു അവരുടെ കാല് കഴുകിയ ശേഷം ഒരു കാര്യം പറഞ്ഞു. ഫിലിപ്പോസിനോടാണ് അവൻ പറയുന്നത്. യോഹന്നാൻ 14:8 ഫിലിപ്പോസ് വന്ന് യേശുവിനോട് ചോദിച്ചു, കർത്താവെ, പിതാവിനെ കാണിക്കണം, പിതാവ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. യേശു പറഞ്ഞു 19-ാമത്തെ വാക്യത്തിൽ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യേശു അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ശിഷ്യന്മാരുടെ കാല് കഴുകുമായിരുന്നു. പിതാവായ ദൈവം ഒരു ദാസനെ പോലെയാണ്. മനുഷ്യരായ നമുക്കുള്ളതുപോലെ ഒരു ദുരഭിമാനം അവനില്ല. നമ്മൾ നമ്മുടെ അവകാശത്തിനു വേണ്ടി, സ്ഥാനത്തിനു വേണ്ടി ഒക്കെ നിൽക്കാറുണ്ട്. അവന് ശുശ്രൂഷയുടെ ഒരാത്മാവാണ്. യേശുവിടെ ശിഷ്യന്മാരുടെ കാല് കഴുകി എന്നിട്ടാണ് പറയുന്നത്, നിങ്ങൾ എന്നെ കണ്ടെങ്കിൽ എൻ്റെ പിതാവ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ ഒരു പിതാവിനെ ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ ഓടി അവൻ്റെ അടുക്കലേക്ക് ചെല്ലും. ഞാൻ തോറ്റുപോയാലും ഓടിച്ചെന്ന് അവനോട് ക്ഷമ പറയും. എൻ്റെ ഏത് വിഷയത്തിലും എനിക്ക് അവൻ്റെ അടുക്കൽ ചെല്ലാൻ കഴിയും. മലിനമായ പാദവുമായിട്ട് അവൻ്റെ അടുക്കൽ ഓടിച്ചെല്ലാൻ കഴിയും. കാരണം യേശുവിലൂടെ ഞാൻ കണ്ടത് പിതാവ് എങ്ങനെയാണെന്നാണ്. അവൻ നമ്മുടെ കാല് കഴുകും. അവൻ നമ്മെ തിരുത്തുന്നതിൽ വളരെ സാവകാശമാണ്. ആവശ്യമുള്ളപ്പോൾ അവനത് ചെയ്യും. ശാസന ആവശ്യമാണെങ്കിൽ അവൻ അതും ചെയ്യും. നിങ്ങൾക്കറിയാമോ, ചിലപ്പം യേശു തൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തുന്നത് തന്നെപ്പറ്റി തന്നെ ശിഷ്യന്മാർക്ക് വലിയ വെളിപാടുകൾ കൊടുത്തുകൊണ്ടായിരിക്കും. അതുപോലെ ശാസനയും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം. നാം യേശുവിനെ നോക്കുമ്പോൾ പിതാവ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് നാം സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിത്തീരുന്നത്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ തൻ്റെ 3 ശിഷ്യന്മാർക്ക് യേശു ചെയ്ത അത്ഭുതകരമായ ഒരു കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല. അവൻ പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെ, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൻ്റെ മുഖം ഒരു സൂര്യനെ പോലെ പ്രകാശിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചേ, സൂര്യനെ നമുക്ക് നോക്കാൻ പോലും കഴിയില്ല. യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിപ്പോൾ അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. അത്ര പ്രകാശമായിരുന്നു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അവർക്ക് സ്വർഗത്തിലുള്ള യേശുവിൻ്റെ ഒരു ചെറിയ ചിത്രം കാണാൻ കഴിഞ്ഞു. എന്നാൽ അതിനുശേഷം അവർ മലയിറങ്ങി താഴെ വന്നപ്പോൾ, 9-ാം വാക്യം, അവർ മലയിൽ നിന്നിറങ്ങി താഴെ വന്നപ്പോൾ 15-ാം വാക്യത്തിൽ ഒരു മനുഷ്യൻ വന്ന് യേശുവിനോട് യാചിച്ചു. ഇപ്പം ഈ മനോഹരമായ കാഴ്ച കണ്ടിട്ടേ ഉള്ളൂ.
കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവന് ചന്ദ്രരോഗമാണ്. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ മലയുടെ മുകളിൽ സ്നേഹത്തോടെ അവരെ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ ആ വലിയ മഹത്വം കാണിച്ചാതെ യേശു തന്നെ അവരോട് പറയുകയാണ്. യേശുവിൻ്റെ ആ സ്നേഹം അവരെത്രമാത്രം മനസ്സിലാക്കി അവരാ മലയുടെ മുകളിലായിരുന്നപ്പം. എന്നാൽ ആ മല ഇറങ്ങി വന്നപ്പം യേശു അവരോട് പറഞ്ഞു. 17-ാം വാക്യം, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും. തൻ്റെ ശിഷ്യന്മാരോടാണ് പറയുന്നത്. നമ്മൾ സ്നേഹിക്കുന്ന ആളുകളോട് ഇങ്ങനെ പറയാൻ കഴിയുമോ? നോക്കൂ, ഇതാണ് അസംതുലിതാവസ്ഥ. യേശുവിൽ കൃപ മാത്രമായിരുന്നില്ല, സത്യവും ഉണ്ടായിരുന്നു. ഏകജാതനായ പുത്രൻ്റെ തേജസ് കൃപയും സത്യവും നിറഞ്ഞായിരുന്നു. ദൈവകൃപ സന്തുലിതമാണ്. അതിൽ സത്യവുമുണ്ട്, അതുപോലെ കൃപയുമുണ്ട്. അതിലാണ് അവൻ്റെ തേജസ്. ഇവിടെ അവൻ അവരെ തൻ്റെ വലിയ സ്നേഹം മാത്രമല്ല കാണിച്ചത്. ഇതിന് മുമ്പിലത്തെ അധ്യായം നിങ്ങൾ വായിക്കുമ്പം അവൻ പത്രോസിനോട് പ്രകാരം പറയുന്നുണ്ട്. ശിമയോനെ, നീ ഭാഗ്യവാനാണ്. ഞാൻ ആരാണെന്ന് സ്വർഗീയ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അവൻ എത്ര ഉത്സാഹമായി കാണും. ശിഷ്യന്മാരെ ഉത്സാഹിപ്പിക്കുന്ന എത്രയോ കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളെ വായിക്കുമെന്ന് അവൻ പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ യേശു തൻ്റെ ഒരു സഭയോട് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ കാര്യം അനേകരും മനസ്സിലാക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് സ്നേഹത്തിൻ്റെ ലക്ഷണമാണെന്ന് പലരും ചിന്തിക്കാറില്ല. ക്രൂശിൽ തൻ്റെ ജീവിതം തരത്തക്കവണ്ണം അവൻ നമ്മെ സ്നേഹിച്ചു. അപ്പോൾ തന്നെ അവൻ്റെ സ്നേഹം നാം പാപത്തിൽ ജീവിക്കാനായിട്ട് അനുവദിക്കുന്ന ഒന്നല്ല. പാപമെന്ന ആ ക്യാൻസർ നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിക്കാൻ അവൻ അനുവദിക്കുകയില്ല. പാപം ഒരു ക്യാൻസർ പോലാണ്. ക്യാൻസറിനേക്കാൾ മോശമാണ്. അത് ഇതുപോലാണ് ഒരു സ്നേഹമുള്ള പിതാവ് തൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാൻ എന്തും ചെയ്യുന്നത് പോലെ. അവൻ ചിന്തിക്കും, ഇതെനിക്ക് വന്നാൽ മതിയായിരുന്നു. ക്യാൻസറിനെ നാം വെറുക്കുന്ന പോലെ കർത്താവ് പാപത്തെ വെറുക്കുന്നു. ഈ പാപത്തെ നാം ഗൗരവമായി എടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവൻ നമ്മെ ശാസിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാൻ സ്നേഹിക്കുന്നവരൊക്കെയും ശാസിക്കുന്നു, ഞാൻ ശിക്ഷിക്കുന്നു. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ജഡരക്തങ്ങളല്ല, എൻ്റെ സ്വർഗീയ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞ അതേ പത്രോസിനോട് തന്നെ കർത്താവ് പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞ് യഹൂദന്മാർ തന്നെ ക്രൂശിക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പം പത്രോസ് പറഞ്ഞു, ഇല്ലില്ല, ഞാൻ അനുവദിക്കുകയില്ല. അപ്പോൾ അതേ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പിശാചേ, എന്നെ വിട്ടുപോകും. നിങ്ങൾക്കറിയാമോ, നമ്മൾക്കറിയുന്നിടത്തോളം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യമേ ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പിശാചെ എന്നെ വിട്ടുപോകുന്നുള്ള വാക്ക്. ഒന്ന് പിശാചിനോട് തന്നെയാണ് പറഞ്ഞത്. മരുഭൂമിയിലെ പരീക്ഷയിൽ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം തരാമെന്ന് പിശാച് അവനോട് പറഞ്ഞപ്പം യേശു പറഞ്ഞു, പിശാചെ എന്നെ വിട്ടുപോകും. രണ്ടാമത് പറഞ്ഞത് ക്രൂശിലേക്ക് പോകരുതെന്ന് പത്രോസ് പറഞ്ഞ ഈ സമയത്താണ്. അവൻ പറഞ്ഞു, പിശാചെ എന്നെ വിട്ടുപോകും. ഈ 2 പ്രാവശ്യമേ കർത്താവ് ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളൂ. വീണ് പിശാചിനെ നമസ്കരിക്കാൻ പറഞ്ഞപ്പം എത്ര ഭയാനകമായ പാവം. അവിടെ അവൻ പറഞ്ഞു, പിശാചെ എന്നെ വിട്ടുപോകും. ഞാൻ ആ വാക്യം നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഒരിക്കലും ആ വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോകത്തില്ല. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. യേശുവിൻ്റെ സ്നേഹത്തെ നാം മനസ്സിലാക്കേണ്ടത് കൃപയുടെയും സത്യത്തിൻ്റെയും സമതുല അവസ്ഥയിലാണ്. മത്തായി 4-ാം അധ്യായം 8-ാം വാക്യം. പിശാച് യേശുവിനോട് പറഞ്ഞു, ഇതെല്ലാം ഞാൻ നിനക്ക് തരാൻ, ഈ മുഴുവൻ ലോകവും അതിൻ്റെ മഹത്വവും. 9-ാം വാക്യം, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ മതി. വീണ് എന്നെ നമസ്കരിക്കുക. യേശു പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോകും. പിശാച് എന്നെ വിട്ടുപോകും എന്ന് രണ്ടാമത് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം
21 വാക്യത്തിലാണ്. അന്നു മുതൽ യേശു താൻ യെരുശലേമിലേക്ക് ചെന്നിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പലതും സഹിച്ച് കൊല്ലപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പം അപ്പോൾ പത്രോസ് പറഞ്ഞു, അരുത് കർത്താവേ, യേശു ക്രൂശിലേക്ക് പോകുന്നതിനെ തടയുകയായിരുന്നു, നിനക്കങ്ങനെ ഭവിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, പിശാച് എന്നെ വിട്ടുപോകും. ഈ 2 വാക്യങ്ങളോട് ഒരുമിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? നിന്റെ ജീവിതത്തിൽ നീ ക്രൂശിനെ തള്ളിക്കളയുന്നത് അത് നീ പിശാചിനെ ആരാധിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. നിന്റെ സ്വയത്തിന് നീ മരിക്കണമെന്ന് നിനക്കറിയാവുന്ന ഒരു സാഹചര്യത്തിൽ നീ വരുമ്പം ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കേണ്ട ഒരു സാഹചര്യം, അതിൽ നിന്ന് നീ പിന്മാറുമ്പം നീ പിശാചിനെ ആരാധിക്കുകയാണ്. ഈ 2 വാക്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. ഇതിനാൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ നിങ്ങൾ പറയാം, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പിശാചിനെ ആരാധിക്കില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അത് ഇതാണ്, ഈ ക്രൂശിൻ്റെ വഴി വേണ്ടാന്ന് നിങ്ങൾ ഒരിക്കലും വയ്ക്കില്ല. ഏത് സാഹചര്യമായാലും ഒരാളെന്നെ അപമാനിച്ചു, കർത്താവ് പറയും മരിക്കുക. എന്നാൽ അതിന് പകരം നിൻ്റെ അവകാശത്തിന് വേണ്ടി നീ പൊരുതിയാൽ, നിനക്കിത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നീ പിശാചിനെ ആരാധിക്കുകയാണ്. ഈ ഒരൊറ്റ കാര്യത്താൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ, ഈ കോൺഫറൻസിൽ നിങ്ങൾ കേട്ട മറ്റെല്ലാ കാര്യവും മറന്നാലും അത് നിങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തും. 64 കൊല്ലം മുമ്പാണ് ഞാൻ മാനസാന്തരപ്പെട്ടത്. ചില മാസങ്ങളിലൂടെ കഴിഞ്ഞാൽ 65 വർഷമാകും. കുറച്ച് നാൾ കഴിഞ്ഞപ്പം പരിശുദ്ധാത്മാവിൽ നിറയേണ്ട ആവശ്യകതയെപ്പറ്റി എനിക്ക് ബോധ്യമായി. അന്ന് എനിക്കറിയില്ലായിരുന്നു എവിടെ പോകണമെന്ന്. ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ബ്രദറൻ സഭയിൽ ഇതിനെപ്പറ്റി ഒന്നും അവർ പറയുമായിരുന്നില്ല. ആരോ എന്നോട് പറഞ്ഞു പെന്തക്കോസ്തുകാരുടെ അടുക്ക പോവുക. അവിടെ ചെന്നപ്പോൾ അവർ ഹാലേലൂയ ഹാലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ നീ ആത്മാവ് കൊണ്ട് നിറയുമെന്ന് പറഞ്ഞു. പെന്തക്കോസ്ത് നാളിൽ അങ്ങനെ അല്ലായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ഈ 2 കൂട്ടത്തിൽ നിന്ന് ഞാൻ പുറത്തു പോയി, ബ്രദറുകാരിൽ നിന്നും പെന്തക്കോസ്തുകാരിൽ നിന്നും. ഒരു കൂട്ടർ ഇതേപ്പറ്റിയേ പറയില്ല, മറ്റവർ വ്യാജമായ ഒന്നിനെപ്പറ്റി പറയുന്നു. പിന്നെ ഞാൻ കർത്താവിൻ്റെ അടുക്ക് ചെന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് യഥാർത്ഥത്തിലുള്ള ആത്മാവിനെ വേണം. ഞാനെന്തോ നാക്കുളിക്ക് പറഞ്ഞ് ആത്മാവ് കൊണ്ട് നിറഞ്ഞെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ലക്ഷ്യം ആളുകളെ പ്രസാദിപ്പിക്കാനല്ല. നീ എന്നെ ആത്മാവ് കൊണ്ട് നിറച്ച് ശരിയായ എൻ്റെ ജീവിതത്തെ മാറ്റണം, ശരിക്കുമുള്ള ആത്മാഭിഷേകം. ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നു, എനിക്ക് 23 വയസ്സേ ഉള്ളൂ, ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നു. എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല, ഇന്നുവരെ എനിക്കത് ഓർമ്മയുണ്ട്. ഞാൻ ദൈവവചനത്തിൽ കണ്ടത് എപ്പോഴാണ് യേശു ആത്മാവ് കൊണ്ട് നിറഞ്ഞത്. നാം വായിക്കുന്നു, അവൻ സ്നാനമേക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി, യോഹന്നാൻ അവനെ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തി. യോഹന്നാൻ സ്നാപകൻ അവനെ വെള്ളത്തിൽ നിന്ന് ഉയർത്തി, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു. അവിടുന്ന് ഒരു കാര്യം എനിക്ക് വെളിപ്പെടുത്തി കിട്ടി. യേശു പോയ ആ വഴിയൂടെ പോകാനായിട്ട് നീ തീരുമാനിക്കുന്നെങ്കിൽ അതെന്താണ്? നിന്നെ തന്നെ മരണത്തിന് ഏൽപ്പിക്കുക. ചില സാഹചര്യം കൊണ്ടാകാം, മറ്റുള്ളവരാലാകാം. പിതാവ് എന്നെ അവിടുന്ന് ഉയർപ്പിക്കും. എന്നാൽ ആ മരണത്തിൻ്റെ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നെങ്കിൽ, സ്നാനമെന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ കാണും. ആ സമയത്ത് പരിശുദ്ധാത്മാവിനെ കാണിച്ചത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. നീ ഈ ക്രൂശിൻ്റെ വഴി എന്ന് വിടുമോ, ആ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിന്നെ വിട്ടുപോകും. എന്നാൽ ഞാൻ വിവശനായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നെ ശുശ്രൂഷിക്കണം. ആരുടെയും ജീവിതത്തെ വ്യത്യാസപ്പെടുത്താത്ത വിരസമായ സന്ദേശങ്ങൾ എനിക്ക് ആരോടും പറയണ്ട. എനിക്ക് അങ്ങയുടെ അഭിഷേകം വേണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് വേണം. ഞാൻ പ്രായമാകുന്നതനുസരിച്ച് എനിക്കത് കൂടുതൽ ശക്തമായിട്ട് വേണം. അതെൻ്റെ ജീവിതത്തിൽ കുറയുകയല്ല, എനിക്കതിൽ വളരണം. കർത്താവ് പറഞ്ഞെങ്കിൽ ഈ ക്രൂശിൻ്റെ വഴി തിരഞ്ഞെടുക്കുക. എപ്പോഴും, എല്ലാ സാഹചര്യത്തിലും, നീ പരീക്ഷിക്കപ്പെടുന്ന എല്ലാ സാഹചര്യത്തിലും നിന്റെ സ്വയത്തിന് മരിക്കുക. മോഹിക്കാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ മരിക്കുക, കോപിക്കാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ മരിക്കുക. മരിച്ചവൻ കോപിക്കുകയില്ല. നിന്റെ സ്വയത്തിന് മരിക്കുക. മരിച്ച ഒരു മനുഷ്യനെ ആരെങ്കിലും അവമാനിച്ചാൽ അവൻ ഒരിക്കലും മുറപ്പെടില്ല. മരിച്ച മനുഷ്യൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായി. ക്രൂശിൻ്റെ വഴി എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ വെളിച്ചം കിട്ടി.
ഈ വാക്യങ്ങളൊക്കെ എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. ക്രൂശിനെ തള്ളിക്കളയുന്നത് പിശാചിനെ ആരാധിക്കുന്നതിന് തുല്യമാണ്. ഒരിക്കലും ഞാൻ പിശാചിനെ ആരാധിക്കത്തില്ല. മനഃപൂർവ്വമല്ല നാം അത് ചെയ്യുന്നത്. എന്നാൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നിങ്ങൾ ഇതിനാൽ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ച ഈ 2 വാക്യങ്ങൾ മാത്രം. പിശാച് തന്നെ വീണ് നമസ്കരിക്കാനായിട്ട് യേശുവിനോട് പറയുമ്പോൾ യേശു പിശാചിനോട് പറഞ്ഞു, എന്നെ വിട്ടുപോകും. പത്രോസ് യേശുവിനോട് ക്രൂശ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, പിശാച് എന്നെ വിട്ടുപോകും. തുടർന്ന് മത്തായി 16 യേശു പറയുകയാണ്, ഇത് എൻ്റെ കാര്യം മാത്രമല്ല, നീയും നിന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. ഇത് രണ്ടും ബന്ധപ്പെട്ടതാണ്. ഈ വെളിപ്പാടാണ് എൻ്റെ ജീവിതത്തെയും എൻ്റെ ശുശ്രൂഷയും മാറ്റാനിടയായത്. 60 കൊല്ലം മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള അഭിഷേകം എനിക്കുണ്ടാകുന്നതുവരെ ഇത് പൂർണ്ണമായിട്ടും ഗ്രഹിക്കാനോ അനുഭവിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ അതെൻ്റെ ജീവിത ലക്ഷ്യമായി. ഈ അടിസ്ഥാനത്തിന്മേലാണ് നമ്മുടെ എല്ലായിടത്തുമുള്ള എല്ലാ സഭകളും പണിയാനായിട്ട് കർത്താവ് ഇടയാക്കിയത്. ക്രൂശിൻ്റെ വഴിയാണ് യഥാർത്ഥമായിട്ടുള്ള വഴി. യേശുവിനെ നിങ്ങൾ കർത്താവായി സ്വീകരിക്കുന്ന മാത്രമല്ല, ഈ മുഴു ക്രിസ്തീയ ലോകവും പറയുന്നു സ്വർഗത്തിലേക്ക് പോകാൻ കർത്താവിനെ സ്വീകരിച്ചാൽ മതി. ഞാൻ സത്യസന്ധമായി പറയാം, കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഞാനിത് പറയാം, എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു താല്പര്യവുമില്ല. മിക്ക ക്രിസ്ത്യാനികളുടെയും താല്പര്യം സ്വർഗത്തിൽ പോകാനാണ്. എന്നാൽ എനിക്കങ്ങനല്ല. ഞാൻ യേശുവിനോടൊപ്പം ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് രണ്ടും വളരെ വ്യത്യസ്തമാണ്. സ്വർഗമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന അവിടുത്തെ സ്വർണ്ണത്തെരുവീതിയും അവിടെയുള്ള കൊട്ടാരങ്ങളും അങ്ങനെ പലതുമാണ്. യേശു ഇല്ലെങ്കിൽ സ്വർഗത്തിൽ എന്താ ഉള്ളത്? എന്താണ് നിത്യതയിലേക്ക് നിങ്ങളെ ആകർഷിക്കുന്നത്? ഒരിക്കൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, അങ്ങ് നരകത്തിലാണെങ്കിൽ ഞാൻ അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വിഷയവുമില്ല. നീ അവിടെ ഉണ്ടെങ്കിൽ കെടാത്ത തീ എനിക്കൊരു വിഷയമായിരിക്കുകയില്ല. യേശു അവിടെ ഉണ്ടെങ്കിൽ ആ തീയുടെ ഉള്ളിൽ എനിക്ക് സ്വർഗം അനുഭവിക്കാൻ കഴിയും. യഥാർത്ഥ ക്രിസ്ത്യാനിത്വം യേശുവിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ നിങ്ങളുടെ സ്വർഗമാകുന്നതാണ്. അത് ഈ ഭൂമിയിൽ തുടങ്ങാൻ കഴിയും. എനിക്കത് ഈ ഭൂമിയിലേ തുടങ്ങിക്കഴിഞ്ഞു. സ്വർഗം താണെ ഇറങ്ങി വന്നു എന്ന് നാം പാടാറുണ്ട്. അത് ശരിക്കും എപ്പോഴാണ് ഇറങ്ങി വരുന്നു എന്ന് ഞാൻ പറയട്ടെ? ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ എല്ലാം ആയിത്തീരുമ്പോഴാണ്. ഞാൻ എൻ്റെ സ്വയത്തിന് മരിക്കുന്നത് തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും സംഭവിക്കുകയില്ല. സ്വയമാണ് ശരിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ യേശു ഇരിക്കുന്നതിന് തടസ്സമായി വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ തൻ്റെ ക്രൂശെടുക്കാത്ത ആർക്കും തന്നെ അനുഗമിക്കാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയ ആ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ 16-ാം വാക്യം, അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും അങ്ങനെ നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടും. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾ വേരൂന്നി അടിസ്ഥാനപ്പെടും. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൂശിൻ്റെ വഴി തിരഞ്ഞെടുക്കാനായിട്ട് അവൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. മറ്റൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. യേശു തൻ്റെ അന്ത്യ അത്താഴത്തിൽ ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്. ഇത് തൻ്റെ അവസാനത്തെ സന്ദേശമാണ്. യോഹന്നാൻ 14-ാം അധ്യായത്തിൽ അതിൻ്റെ 30-ാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, യോഹന്നാൻ 14:30, ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും 31-ാമത്തെ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നെന്ന് ലോകം അറിയണം. അതുകൊണ്ട് പിതാവ് എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്യുകയാണ്. അത് ക്രൂശിലേക്ക് പോകുന്നതാണ്. എഴുന്നേൽപ്പീൻ, നാം പോകാം. അവിടുന്ന് അവൻ ക്രൂശിലേക്ക് പോയി. അത് ലോകത്തെ കാണിക്കാനായിരുന്നു അവൻ തൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നുവെന്ന്. അവൻ പറഞ്ഞത് ലോകം അറിയട്ടെ. നാം ഈ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് ദൈവം നമ്മെ എത്ര സ്നേഹിച്ചു എന്നാണ്. യേശു എന്നെ സ്നേഹിച്ചു എന്നെനിക്ക് എങ്ങനെ അറിയാം? അവൻ എനിക്ക് വേണ്ടി മരിച്ചു. അത് ശരിയാണ്. എന്നാൽ യേശു പറയുന്നു, ഞാൻ ക്രൂശിൽ മരിച്ചപ്പം ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നാണ് ഞാൻ തെളിയിച്ചത്. അതുകൊണ്ട് യേശു ക്രൂശിൽ തൂങ്ങിയപ്പം അവൻ തെളിയിച്ച് തൻ്റെ പിതാവിനെ അവൻ സ്നേഹിക്കുന്നു എന്നാണ്. അത് വേദനാജനകമാണ്. എന്നാൽ എനിക്കറിയാം,
പിതാവ് ഇത് അനുവദിച്ചത് എൻ്റെ നന്മയ്ക്കാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി. ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നത് ഞാൻ എങ്ങനെ തെളിയിക്കുന്നു? ക്രൂശിലേക്ക് നടന്നുകൊണ്ടാണ്. ഇതേ വാക്കുകൾ തന്നെ ഞാൻ പറയും. ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നതെന്ന് ലോകം അറിയുന്നത് ക്രൂശിലേക്ക് ഞാൻ പോയിട്ടാണ്. ഞാനിത് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വാക്കിനത് കഴിയില്ല. എന്നാൽ ഈ ക്രൂശിൻ്റെ വഴി പോകുന്നതിൻ്റെ മഹത്വം നിങ്ങളെ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പാട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ശാന്തമായ ഒരു വിശ്രമ സ്ഥലമുണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തോടടുത്ത്, പാപത്തിന് കടന്നു വരുവാൻ കഴിയാത്തൊരിടം ദൈവത്തിൻ്റെ ഹൃദയത്തോടടുത്ത്. ഈ ലോകം മുഴുവനും അസ്വസ്ഥത നിറഞ്ഞതാണ്. വീടുകളിൽ സമാധാനമേ ഇല്ല. അനേകം ഭവനങ്ങൾ കലങ്ങി മറിഞ്ഞതാണ്. ഭർത്താവും ഭാര്യയും മോശം മാനസികാവസ്ഥയിൽ. അസ്വസ്ഥത. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, എനിക്കൊരിക്കലും അസ്വസ്ഥനായിരിക്കണ്ട. എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുള്ളപ്പോൾ ഞാൻ എന്തിനു മോശം മാനസികാവസ്ഥയിലായിരിക്കണം? എന്നാൽ പിതാവ് പറയുന്നത് ചെയ്യുമ്പോഴേ എനിക്ക് അങ്ങനെ ആയിരിക്കാൻ കഴിയും. ഞാൻ ക്രൂശിലേക്ക് പോകുന്നത് പിതാവ് എന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ്. ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ നിനക്കൊരിക്കലും മോശം മാനസികാവസ്ഥയിലാകാൻ കഴിയില്ല. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന നീ എപ്പോഴൊക്കെ മോശം മാനസികാവസ്ഥയിലാണോ, അതിന് കാരണം നീ മരിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. മരിച്ചവൻ ഒരിക്കലും മോശം മാനസികാവസ്ഥയിലായിരിക്കില്ല. ഞാൻ എൻ്റെ സ്വയത്തിന് മരിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അത് നിങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവരുന്ന മാറ്റം എത്ര വലിയതായിരിക്കും. യേശുവിനോടൊപ്പം ആ ക്രൂശിൽ മരിക്കാൻ മരിച്ചവന് മോശം മനോഭാവം ഉണ്ടായിരിക്കുകയില്ല. അത് നിൻ്റെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുകയാണ്. അവിടെ നിങ്ങൾ ഈ ക്രൂശിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ നിങ്ങൾ പറയുന്ന ഞാൻ പിശാചിനെ ആരാധിക്കില്ലെന്നാണ്. ഞാൻ ഈ കുരിശിൻ്റെ വഴിയോടെ തന്നെ പോകും. ഈ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തെ ഞാൻ അറിയണം. അവൻ്റെ ആ സ്നേഹമാണ് ക്രൂശിൻ്റെ വഴിയെ പോകാൻ എന്നോട് പറയുന്നത്. എൻ്റെ ജീവിതം കുലുക്കമില്ലാത്തതായിത്തീരുന്നു. അങ്ങനെയാണ്. പിശാച് നിന്നെ കുലുക്കുമ്പോഴാണ് മോശം മാനസികാവസ്ഥയിലേക്ക് നീ പോകുന്നത്. അത് കുലുങ്ങാത്ത ഒരു പാറയല്ല. അത് കാറ്റത്ത് പറക്കുന്നത് പോലാണ്, മരത്തിൻ്റെ ഇലകളൊക്കെ പറക്കുന്നത് പോലെ. ഈ കൊമ്പും ഇലകളും പോലെ കുലുങ്ങാനല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. നമ്മെക്കുറിച്ച് ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. യേശുവിനെ പോലെ ആകാനാണ് നമ്മെക്കുറിച്ചുള്ള അവൻ്റെ ആഗ്രഹം. യേശു എത്ര കുലുക്കമില്ലാതെ ജീവിച്ചവനായിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം ഞാൻ കാണിക്കാം. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവനായിട്ട് എത്ര കുലുക്കമില്ലാതാണ് അവൻ ജീവിച്ചതിൻ്റെ ഒരു ഉദാഹരണം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം. ഞാൻ നിങ്ങളെ എല്ലാവരെയും സുവിശേഷ ഭാഗങ്ങൾ പല പ്രാവശ്യം വായിക്കാൻ ഉത്സാഹിപ്പിക്കുകയാണ്. ദൈവവചനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം 4 സുവിശേഷങ്ങളാണ്. ഞാൻ അത് വായിക്കാറുള്ളത് യേശു എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് പ്രതികരിച്ചത്, എങ്ങനെയാണ് അവൻ സംസാരിച്ചത്, എങ്ങനെയാണ് പ്രസംഗിച്ചത്, ഇതറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. എൻ്റെ അഭിനിവേശം എൻ്റെ നാഥനെ അനുഗമിക്കുകയാണ്. തന്നെ അനുഗമിക്കാനാണ് അവൻ പറഞ്ഞത്. അങ്ങനെ ഈ സുവിശേഷ ഭാഗങ്ങളിലൂടെ ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കി. ഇത് അതിനൊരു ഉദാഹരണമാണ്. മത്തായി 12-ൽ ഊമനും കുരുടനുമായ ഒരു ഭൂതബാധിതനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. 22-ാമത്തെ വാക്യം. ഒറ്റ സെക്കൻഡ് കൊണ്ട് യേശു അവനെ സൗഖ്യമാക്കി. ആളുകൾക്ക് വളരെ ഉത്സാഹമായി. അവർ പറഞ്ഞു, ഇവൻ ദാവീദിൻ്റെ പുത്രനാണ്, മശിഹയാണ്. ഇത് കേട്ട പരീശന്മാരെ അസൂയ പൂണ്ടു. കാരണം അവരുടെ ജനസമ്മതി കുറയുകയാണ്. അവർക്ക് കോപമുണ്ടായി. അവർ പറഞ്ഞു, അല്ല, ഇവൻ മശിഹ അല്ല, ഇവൻ മറ്റാരുമല്ല, പിശാച് തന്നെയാണ്. അവർ പിശാചിനെ വിളിച്ചിരുന്നത് 24-ാം വാക്യത്തിൽ ബേൽസബേൽ, ഭൂതങ്ങളുടെ തലവൻ. ഭൂതങ്ങളുടെ തലവൻ ആരാണ്? പിശാച്. അവനെ പിശാചെന്ന് വിളിക്കുകയായിരുന്നു, ബേൽസബേൽ എന്ന് വിളിച്ചുകൊണ്ട്. ഇവൻ ബേൽസബേലാണ്. നിങ്ങൾക്കറിയാമോ, ഈ പഴയ നിയമത്തിൽ ഈ മോശയുടെ സഹോദരി മെരിയം സംഖ്യാപുസ്തകം 12-ലാണ് മോശയെ ചോദ്യം ചെയ്യുകയാണ്, എന്തുകൊണ്ടാണ് ആ കൂശസ്ത്രീയെ നീ വിവാഹം കഴിച്ചത്? ദൈവം ചോദിച്ചു, എൻ്റെ ദാസന് വിരുദ്ധമായിട്ട് സംസാരിപ്പാൻ നിനക്ക് എന്തുകൊണ്ട് ശങ്ക തോന്നിയില്ല? അവൾ കുഷ്ഠരോഗിയായി.
അപ്പോൾ തന്നെ അവൾ ഒരു കുഷ്ഠരോഗിയായി മാറി. എന്തുകൊണ്ട്? കാര്യം ഇത്രയേ ഉള്ളൂ. അവൻ്റെ ദാസന് വിരോധമായിട്ട് അവൾ സംസാരിച്ചു. അത് ഗുരുതരമായ കാര്യമാണ്, പ്രത്യേകിച്ച് മോശയെപ്പോലെ അഭിഷിക്തനായ ഒരാൾക്കെതിരെ. അവളോട് ക്ഷമിക്കണമെന്ന് മോശ ദൈവത്തോട് അപേക്ഷിച്ചു നോക്കി. ദൈവം പറഞ്ഞു അവളെ പാളയത്തിന് പുറത്തേക്ക് മാറ്റുക, പിന്നെ അവൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരട്ടെ. പഴയ നിയമത്തിൽ തന്നെ മറ്റൊരു സംഭവം നാം കാണുന്നുണ്ട്. ചില ചെറുപ്പക്കാരെ പറ്റി നാം വായിക്കുന്നുണ്ട്. 2 രാജാക്കന്മാരിലാണ്. എലീശയെ മൊട്ടത്തലയിൽ നിന്ന് വിളിച്ച് അവർ കളിയാക്കി. മൊട്ടത്തലയ കയറി വാ എന്ന് പറഞ്ഞു. അവരവനെ കളിയാക്കി. നാം അവിടെ വായിക്കുന്നു, അപ്പം തന്നെ ആ യൗവനക്കാരെ കരടി വന്ന് തിന്നുകളഞ്ഞു. കാരണം കർത്താവിൻ്റെ ദാസനെതിരെയാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിനോട് അവർ എലീശയോട് പറഞ്ഞതിനേക്കാൾ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. മോശയോട് പറഞ്ഞതിനേക്കാൾ അവരവനെ പിശാചെന്നാണ് വിളിച്ചത്. മോശയ്ക്കെതിരെ പറഞ്ഞപ്പോൾ മിര്യാമിന് കുഷ്ഠരോഗം കിട്ടിയെങ്കിൽ, ഏലീശയെക്കുറിച്ച് ഈ ചെറുപ്പക്കാർ പറഞ്ഞപ്പം അവരെ കരടി തിന്നുകളഞ്ഞെങ്കിൽ ഇവർക്ക് എന്താണ് കിട്ടേണ്ടത്? നിങ്ങൾക്കറിയാമോ എന്താ കിട്ടിയെന്ന്? ക്ഷമയാണ് കിട്ടിയത്. ഇതാണ് യേശുവും മോശയും തമ്മിലുള്ള വ്യത്യാസം. ഏലീശയും യേശുവും തമ്മിൽ. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. 32-ാം വാക്യത്തിൽ നിങ്ങൾക്കത് കാണാം. തന്നെ പിശാചെന്ന് വിളിച്ച പരീശന്മാരോട് അവൻ പറഞ്ഞു, എനിക്കെതിരെ നിങ്ങൾ പറയുന്നതൊക്കെ ക്ഷമിക്കപ്പെടും. ഞാൻ പറഞ്ഞു, കർത്താവേ എന്നെ അങ്ങനെ ആക്കണേ. ആളുകൾ എന്നെ പിശാചെന്ന് വിളിക്കുമ്പോൾ എനിക്കവരോട് ക്ഷമിക്കണം. അവരെന്തു തന്നെ ചെയ്താലും എനിക്ക് ക്ഷമിക്കണം. കാരണം യേശുവിനോടൊപ്പം ആ ക്രൂശിൽ മരിക്കുന്നതാണ് എൻ്റെ തെരഞ്ഞെടുപ്പ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളോട് ക്ഷമിക്കാത്ത ഒരു മനോഭാവം ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സത്യസന്ധമായിട്ട് എനിക്ക് പറയാൻ കഴിയും, ചില വർഷങ്ങളായിട്ട് ഇതെൻ്റെ ജീവിതത്തിൽ സത്യമാണ്. അത് ഈ സത്യം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഞാൻ ക്ഷമിക്കേണ്ട ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും. ഞാൻ എല്ലാവരോടും ക്ഷമിച്ചതുകൊണ്ട് എനിക്ക് ദൈവത്തോട് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ കഴിയും. നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമായി സംസാരിക്കാൻ കഴിയില്ല. നീ മരിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് നീ ചിലരോട് ക്ഷമിക്കാതിരിക്കുന്നത്. മറ്റൊരു വാക്കിൽ നീ പിശാചിനെ ആരാധിക്കുകയാണ്. എങ്കിൽ നിന്റെ ഭാര്യയോട് നീ ക്ഷമിക്കത്തില്ല. 10 കൊല്ലം മുമ്പ് അവരുടെ പങ്കാളി അവരോട് ചെയ്ത ഒരു കാര്യം അവരിപ്പോഴും അവരുടെ ഓർമ്മയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. 12 കൊല്ലം മുമ്പ് നീ ഇങ്ങനെ എന്നോട് ചെയ്തില്ല. ആ തീയതി പോലും അവർക്ക് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അവർ പറയും. എന്നിട്ട് പറയും, ഇത്ര വർഷം മുമ്പ് ഇത്രാം തീയതി നീ ചെയ്തത് ഓർമ്മയുണ്ടോ? എന്തൊരു ഓർമ്മശക്തി! അവർ ക്രിസ്ത്യാനിയാണെന്നാണ് പറയുന്നത്. അവർ യേശുവിനെ കണ്ടിട്ടേ ഇല്ല. അവരുടെ വീട്ടിൽ അവർ പിശാചിനെയാണ് ആരാധിക്കുന്നത്. എന്നിട്ട് അവർ ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഗൗരവമായിട്ട് ക്രിസ്തു ജീവിതം എടുക്കാത്തത്? കാരണം മാതാപിതാക്കൾ പിശാചിനെയാണ് ആരാധിക്കുന്നത്. നീ പിശാചിനെ ആരാധിക്കുന്നത് നിർത്തിയെങ്കിലേ നിന്റെ കുഞ്ഞുങ്ങൾ ഗൗരവമായി ക്രിസ്തു ജീവിതം എടുക്കത്തുള്ളൂ. രാവിലെ മുതൽ രാത്രി വരെ ആ ക്രൂശിൽ നീ മരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ, അതിന് നിങ്ങൾക്ക് ദൈവം ധാരാളം അവസരങ്ങൾ തരും. ഈ ലോകത്തിൽ അതിനുള്ള അനേക അവസരങ്ങളുണ്ടാകും. മറ്റു ചില കാര്യങ്ങളോട് ദൈവം ഇവിടെ എന്നെ കാണിച്ചു. യേശു അവരോട് ക്ഷമിക്കുക മാത്രമായിരുന്നില്ല. 32-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? ദൈവവചനം നിങ്ങൾ ശ്രദ്ധയോടുകൂടെ വായിക്കുക. ആരെങ്കിലും എന്നെ പിശാചെന്ന് വിളിച്ച നിങ്ങളുടെ കാര്യം മാത്രമല്ല, ആരെങ്കിലും ഈ വിശാലമായ ലോകത്തിൽ ആരെങ്കിലും ഒരിക്കൽ പറഞ്ഞ ഏതോ ഒരു കാര്യത്തെ പറ്റിയല്ല, ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്കു പറഞ്ഞാൽ അതിനർത്ഥം വരുന്ന 2000 വർഷം. അതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ആ വാക്കിൻ്റെ അർത്ഥം പറയാം. വരുന്ന 2000 വർഷം ആരെങ്കിലും എനിക്കെതിരെ പറയുന്ന ഏത് കാര്യവും ഇപ്പം തന്നെ ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അതിനെയാണ് ഭാവിയിലേക്കുള്ള ക്ഷമ എന്ന് പറയുന്നത്.
യേശു ഇവിടെ പറയുന്നത് അതാണ്. തന്നെ അനുഗമിക്കാനാണ് കർത്താവ് എന്നോടും പറയുന്നത്. അവനെ അനുഗമിക്കാൻ ഞാനും തീരുമാനിച്ചു. അതുകൊണ്ട് ഞാനും ഇത് തന്നെയാണ് പറയുന്നത്. എനിക്കെതിരെ ഭാവിയിൽ ആരെങ്കിലും ചെയ്യുന്നതോ പറയുന്നതോ ആയ എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അത് അടുത്ത കൊല്ലമായിരിക്കാം സംഭവിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എൻ്റെ അടുക്ക വന്ന്, സഹോദര, 1 മാസം മുമ്പ് നിന്നെക്കുറിച്ച് ഈ ആൾ ഇന്നതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, 1 മാസം മുമ്പ് ഞാനത് ക്ഷമിച്ചതാണ്, അല്ലെങ്കിൽ 1 വർഷം മുമ്പ്. അവർക്കത് മനസ്സിലാകില്ല. ശ്രദ്ധാപൂർവം ദൈവത്തിൻ്റെ വചനം വായിക്കുക. ഈ പുസ്തകം പോലെ മനോഹരമായൊരു പുസ്തകം ലോകത്തിലില്ല. നിന്റെ ബുദ്ധി കൊണ്ട് നിനക്കിത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ നീ ക്രൂശിൻ്റെ വഴിയെ കൂടെ പോകാൻ തയ്യാറാണെങ്കിൽ ഇതിൽ നിന്ന് അത്ഭുതകരമായ കാര്യങ്ങൾ നീ കണ്ടെത്താനിടയാവും. അനേക വർഷങ്ങൾ എനിക്കിത് മനസ്സിലായില്ല. എൻ്റെ ബുദ്ധി കൊണ്ടല്ല, ക്രൂശിൻ്റെ വഴി തിരഞ്ഞെടുക്കുമ്പോഴേ എനിക്കിത് മനസ്സിലാകത്തുള്ളൂ. പിശാചിനെ ആരാധിക്കുന്ന നിർത്തി യേശുവിനെ ആരാധിക്കുമ്പോഴേ മനസ്സിലാവും. അപ്പോഴേ വചനം എനിക്ക് മനസ്സിലാവും. കള്ളപ്രവാചകന്മാർ ദൈവവചനം മനസ്സിലാക്കിയതുപോലെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ ഈ ദൈവവചനം മനസ്സിലാക്കുകയുള്ളൂ. പഴയ നിയമത്തിലെ കള്ളപ്രവാചകന്മാരെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ. ഇന്നും അനേകം കള്ളപ്രവാചകന്മാർ ഈ ലോകത്തിൽ ചുറ്റിത്തിരിയുന്നുണ്ട്. ദ്രവ്യാഗ്രഹമാണ് ഒരു കള്ളപ്രവാചകനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അവർ പണത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. ദൈവവചനത്തിലുള്ള ഈ കാര്യം അവർക്ക് കാണാൻ കഴിയില്ല. അവരുടെ ലക്ഷ്യം അവരെ തന്നെ ഉയർത്തുകയും അവർക്ക് പേരുണ്ടാക്കുകയുമാണ്. ഈ സഭയിൽ നമ്മുടെ വിളി ആളുകളെ യേശുക്രിസ്തുവിനെ പോലെ ആക്കുന്നതാണ്. ഇവിടെ വരുന്നവർ, നമ്മളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവർ, നമ്മളെ കേൾക്കുന്നവർ, അവർ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവരെ അനുസരിക്കുന്നില്ലായിരിക്കാം. എന്നാൽ നമ്മൾ ജീവിക്കുന്ന വിധം അവരൊരിക്കലും മറക്കയില്ല. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ജീവിക്കേണ്ട ഒരു വിധമുണ്ട്. നമ്മുടെ ചാർച്ചക്കാർ, നമ്മളുമായിട്ട് അടുത്തിടപഴകുന്നവർ, നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവർ, അവർ നമ്മൾ പറയുന്ന അംഗീകരിക്കുന്നില്ലായിരിക്കാം. നമുക്കെതിരെ പലതും പറയുമായിരിക്കാം. എന്നാൽ അനേക വർഷം കഴിഞ്ഞും അവർക്ക് ഈ കാര്യം ഓർമ്മയുണ്ടാവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ കണ്ടിട്ടുണ്ട്. അതായിരിക്കും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. അത് അവരെ കർത്താവിലേക്ക് തിരിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്താൻ നമുക്ക് കഴിയും. പ്രസംഗം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ട്രാക്റ്റ് കൊടുക്കുന്നത് മാത്രമല്ല. അത് നല്ലതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനേക പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ട്. പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട്, സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ആത്യന്തികമായിട്ട് ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്? ആളുകൾ എന്നോട് മോശമായിട്ട് പെരുമാറിയ സമയത്ത് എൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഏതെങ്കിലും തരത്തിൽ എന്നെ ഉപദ്രവിച്ചപ്പോൾ മതഭക്തരായ ആളുകൾ ഇന്ത്യയിൽ എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയി. ഒരു നിസ്സാര കാര്യത്തിന് 16 വർഷം എന്നെ ജയിലിലിടാനായിട്ട് അവരാഗ്രഹിച്ചു. സുപ്രീം കോടതി വരെ അവർ പോയി. ദൈവമുമ്പാകെ എനിക്ക് പറയാം, അപ്പോഴും ഞാൻ അവരെ സ്നേഹിച്ചു. അവരവരെ തന്നെ ക്രിസ്ത്യാനികളാണെന്നാണ് പറയുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, അവരെ സ്വർഗത്തിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അവരോട് ക്ഷമിക്കണം. അവർ നിന്നെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരോടൊപ്പം സ്വർഗത്തിൽ സന്തോഷിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ദോഷം ചെയ്യാൻ ആഗ്രഹിച്ച ഇവരോടൊപ്പം. അത് എൻ്റെ കഴിവുകൊണ്ടല്ല. പരിശുദ്ധാത്മാവ് അതിനെനിക്ക് ശക്തി തന്നു. പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. 16-ാം വാക്യത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. എഫേസ്യർ 3:16. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആത്മാവിൻ്റെ ശക്തിയാൽ ശക്തിയോടെ ബലപ്പെടണം. അന്യഭാഷ പറയാനായിട്ടല്ല. ഞാൻ അന്യഭാഷ പറയുന്ന ഒരാളാണ് കഴിഞ്ഞ 48 വർഷമായിട്ട്. അത് ഞാനും ദൈവമായിട്ടാണ്, പരസ്യമായിട്ടല്ല. എന്നാൽ അതല്ല പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി തന്ന് അങ്ങനെ ക്രിസ്തു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അവൻ്റെ സ്നേഹത്തിൽ വേരുറച്ച് ആർക്കും എന്നെ കുലുക്കാൻ പറ്റാത്ത ഒരിടത്ത് മനുഷ്യൻ എന്ത് ചെയ്താലും
എന്നെ ഉപദ്രവിക്കുകയോ എനിക്ക് ദോഷം ചെയ്യുകയോ എന്നെ ജയിലിലിടുകയോ എന്തു തന്നെ എനിക്കെതിരായിട്ട് ചെയ്താലും ഞാൻ കുലുങ്ങാത്ത ഒരിടത്ത് എത്തിച്ചേർന്നു. എൻ്റെ മേൽവിലാസം ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ആരും എന്നെ കണ്ടെത്തേണ്ടത് ഈ മേൽവിലാസത്തിലാണ്. വേരൂതുക അതൊരു വൃക്ഷത്തിൻ്റെ ചിത്രമാണ്. നിങ്ങളെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ചില മരങ്ങൾ അത് 2000 വർഷങ്ങളായിട്ട് അങ്ങനെ നിലനിൽക്കുകയാണ്. യേശു ജീവിച്ചിരുന്ന ആ സമയം തൊട്ട് അത് വേരൂന്നി കാറ്റടിച്ചാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും കുലുങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. ഭൂമി കുലുക്കത്തിലും അത് വേരുറച്ച് നിൽക്കുകയാണ്. മറ്റൊരു കാര്യം പറയുന്നത്, അടിസ്ഥാനപ്പെട്ട ആഴത്തിൽ അടിസ്ഥാനമുള്ള ചില കെട്ടിടങ്ങൾ ഒരു വൃക്ഷത്തിൻ്റെ ഒരു കെട്ടിടത്തിൻ്റെ ഉദാഹരണം. സ്നേഹത്തിൽ കുലുങ്ങാതെ, ഇതാണ് കുലുക്കമില്ലാതെ നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഈ കോൺഫറൻസിൻ്റെ തീം അതാണല്ലോ, കുലുക്കമില്ലാതെ നിൽക്കുക. സ്നേഹത്തിൽ കുലുങ്ങാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പുറത്താക്കാൻ കഴിയില്ല. അവൻ്റെ സ്നേഹത്തെ സംശയിക്കാതിരിക്കുന്നതല്ല, ആ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറാതെ നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ 17-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ചില ദൈവവചനത്തിൻ്റെ വിവർത്തനങ്ങൾ അത് ഇപ്രകാരമാണ് പറയുന്നത്: ക്രിസ്തുവിന് നിൻ്റെ ഹൃദയം തൻ്റെ ഭവനമായി തോന്നും. ക്രിസ്തുവിന് നിൻ്റെ ഹൃദയം തൻ്റെ ഭവനമായി തോന്നണമെങ്കിൽ ഈ വചനത്തിൽ പറയുന്ന പോലെ നീ ആ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. നമ്മുടെ ഹൃദയം ക്രിസ്തുവിന് തൻ്റെ ഭവനമായി തോന്നണമെന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മുടെ ഭവനങ്ങൾ ക്രിസ്തുവിന് തൻ്റെ ഭവനമായി തോന്നണമെന്ന്. അതങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പറയാം. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് അവൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ വേരൂന്നി അടിസ്ഥാനപ്പെടുത്താനായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ എല്ലാവരെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും. അവർ പറയുന്നതെല്ലാം നാം അംഗീകരിക്കേണ്ട. അവർ നമ്മളെക്കുറിച്ച് ദോഷം പറഞ്ഞാൽ അവരോട് ക്ഷമിക്കുക. ഭാവിയിലും അവരോട് ക്ഷമിക്കുക. ഇന്നു മുതൽ യേശുക്രിസ്തു വരുന്ന ആ നാൾ വരെ അവരെനിക്കെതിരെ പറയാനോ ചെയ്യാനോ പോകുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തേക്കും സഹോദര സഹോദരി എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അപരിചിതനോ ആരായാലും എല്ലാവരോടും. അത് ഞാൻ യേശുവിൽ നിന്നാണ് പഠിച്ചത്. മനുഷ്യപുത്രന് നേരെ പറയാനോ ചെയ്യാനോ പോകുന്ന എല്ലാ കാര്യവും ഇപ്പം തന്നെ ക്ഷമിച്ചിരിക്കുകയാണ്. അത് അർത്ഥമാക്കിക്കൊണ്ട് പറയുക. നിന്റെ കുടുംബജീവിതം വ്യത്യസ്തമാവും. നിന്റെ ഭാര്യയോടോ ഭർത്താവിനോടോ ക്ഷമിക്കാനായിട്ട് നീ നാളെ ബന്ധപ്പെടുകയില്ല. കാരണം ഇന്നേ നീ അത് ക്ഷമിച്ചതാണ്. അത് ഇതുവരെയും സംഭവിച്ചു കാണുകയല്ല. അടുത്ത വർഷമായിരിക്കാം. ഇപ്പോഴേ അത് ക്ഷമിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തീരുമാനം എടുക്കാം, എന്നാൽ അത് നടക്കാൻ പോകുന്നില്ല. 24 മണിക്കൂർ പോലും അത് നിലനിൽക്കുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് 16-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. പൗലോസ് പറയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് എന്ത് കാര്യത്തിനു വേണ്ടി സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടാനായിട്ട്. 17-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ പറ്റി ധാരാളം ആളുകൾ സംസാരിക്കാറുണ്ട്. ലോകത്തിലുള്ള അനേകം ഗ്രൂപ്പുകൾ. നിങ്ങൾ പറയാം, നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട് അത് ഇതിനു വേണ്ടിയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടാനാണെന്ന്. ഇല്ല, അവരെപ്പോഴും പറയുന്ന അത്ഭുതവും അടയാളങ്ങളെ പറ്റിയുമാണ്. അതിൽ മിക്കതും വ്യാജമാണ്. 99% അത്ഭുതങ്ങളും സൗഖ്യവും വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ സ്നേഹത്തെപ്പറ്റിയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടില്ല. ക്ഷമിക്കുന്ന യഥാർത്ഥ സ്നേഹത്തെപ്പറ്റി. അപമാനം അലക്ഷ്യമാക്കുന്ന സ്നേഹം. മറ്റവൻ്റെ നന്മ ആഗ്രഹിക്കുന്ന സ്നേഹം. റോമാലേഖനത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കൂ. അതിൻ്റെ 12-ാം അധ്യായത്തിൽ 19-ാം വാക്യം. അല്ല, നമുക്ക് 17-ാം വാക്യം മുതൽ തുടങ്ങാം. 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തുനിന്ന് തുടങ്ങാം. റോമർ 12:16. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. നീ ഒരു വലിയ ബുദ്ധിമാനാണെന്ന് എനിക്ക് തോന്നരുത്. ഇതാണ് ശരിയായിട്ടുള്ള വിശുദ്ധി. 17-ാമത്തെ വാക്യം. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. 18-ാം വാക്യം. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ എന്ന് പറഞ്ഞാൽ ആരോടും പോരടിക്കരുത്. അവരിങ്ങോട്ട് വന്നാലും നിങ്ങൾ നിരാകരിക്കുക. 19-ാം വാക്യത്തിൽ നിങ്ങൾ തന്നെ ആരോടും പ്രതികാരം ചെയ്യരുത്. ഒരു മനുഷ്യനോടും. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചോ
അത് നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇവിടെ വായിക്കുന്ന ദൈവത്തിന് ഇടം കൊടുപ്പിന്നാണ്. ദൈവം അവനോട് ഇടപെടട്ടെ. നീ ഒരു ദൈവത്തിൻ്റെ പൈതലാണ്. അവൻ വന്ന് നിന്നെ തൊട്ടാൽ നീ ദൈവത്തിൻ്റെ കൃഷ്ണമണിയാണ്. സക്കറിയാവ് 2:8. നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. നിങ്ങളെ തൊടുമ്പം അവൻ ദൈവത്തിൻ്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. അത് ദൈവം നോക്കിക്കോളും. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യരുത്. ദൈവകോപത്തിന് ഇടം കൊടുപ്പി. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും എതിരെ ഏതെങ്കിലും തരത്തിൽ പ്രതികാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുകയായിരുന്നു. അതേപ്പറ്റി മാനസാന്തരപ്പെടുക. ദൈവം പറയുന്ന പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും. എങ്കിൽ ഞാനെന്താ ചെയ്യേണ്ടത്? 20-ാം വാക്യം. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക. അവന് ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ നീ ചെയ്യുന്നെങ്കിൽ അവൻ്റെ മേലെ സ്നേഹത്തിൻ്റെ തീ നീ കൂട്ടുകയാണ്. അവൻ്റെ തലയിൽ നീ സ്നേഹത്തിൻ്റെ തീ നീ കൂട്ടുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ അടിസ്ഥാനപരമായ കാര്യം നീ മനസ്സിലാക്കണം. തിന്മ കൊണ്ട് നിനക്ക് തിന്മയെ ജയിക്കാൻ കഴിയില്ല. ഇന്ന് ലോകത്തിലെ യുദ്ധം നടക്കുന്നിടത്ത് നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് കഴിയും. അതൊരു പക്ഷേ യുക്രൈനിലോ ഗാസയിലോ വേറെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് തന്നെ ആയിരുന്നാലും നിനക്ക് തിന്മയെ തിന്മ കൊണ്ട് ജയിക്കാൻ കഴിയില്ല. 21-ാം വാക്യത്തിൽ തിന്മയെ നിനക്ക് നന്മ കൊണ്ട് മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ. നിനക്ക് കൂടുതൽ തിന്മ ചെയ്തുകൊണ്ട് തിന്മയെ ജയിക്കാൻ കഴിയില്ല. തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ കഴിയും. ഞാൻ ദൈവസ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടെങ്കിലേ എനിക്കതിന് കഴിയുള്ളൂ. പ്രിയ സഹോദരന്മാരെ, ഞാനീ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സുവിശേഷം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം. എന്നാൽ ഇതൊരു വിചിത്രമായ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ഇത് മാത്രമാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം. മറ്റെല്ലാ ക്രിസ്ത്യാനിത്വവും പിശാചിനെ ആരാധിക്കുകയാണ്. അത് ക്രൂശിനെ നിഷേധിക്കുകയാണ്. മത്തായി 4 മത്തായി 16 നിങ്ങൾ വായിച്ചു നോക്കൂ. ഈ 2 ഭാഗത്ത് മാത്രമേ സാത്താനെ എന്നെ വിട്ടുപോകുന്ന യേശു പറയുന്നുള്ളൂ. ഒന്ന്, അവനെ ആരാധിക്കാൻ സാത്താൻ പറഞ്ഞപ്പം. പിന്നെ അവൻ പറഞ്ഞത് ക്രൂശിലേക്ക് പോരുന്നെന്ന് പത്രോസ് പറഞ്ഞപ്പോഴാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ഒരുമിച്ച് വായിച്ച് ക്രൂശിലേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ പിശാചിനെ ആരാധിക്കുന്നതിന് തുല്യമാണ്. എന്നെ ഇത് സ്വാധീനിച്ച പോലെ നിങ്ങളെ ഇത് സ്വാധീനിച്ചാൽ, ഞാനത് മനസ്സിലാക്കുന്ന എല്ലാം ആയെന്നല്ല, അതിന് സമയമെടുത്തു. എന്നാൽ കുറേശ്ശെ എൻ്റെ ഹൃദയത്തിലേക്ക് അത് ആഴ്ന്നിറങ്ങി. ആളുകൾ നിങ്ങളോട് കോപിക്കും, വായടച്ചിരിക്കുക. അവരെ അവമാനിച്ചാൽ നിൻ്റെ വായ് മൂടിയിരിക്കുക. വായ് തുറക്കുന്നെങ്കിൽ അവരെ അനുഗ്രഹിക്കാനായിരിക്കണം. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ഈ ജീവിതം നമുക്ക് നൽകാൻ വേണ്ടിയാണ് യേശു താഴ്ന്നിറങ്ങി വന്ന് നമുക്കായിട്ട് ക്രൂശിൽ മരിച്ചത്. ഇതിനാണ് അവൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത്. അതുകൊണ്ട് ഈ ആഴ്ചയുടെ അവസാനം നമുക്കെല്ലാം നമ്മുടെ ഹൃദയങ്ങളെ അല്പം കൂടെ നമുക്ക് തുറക്കാം. ഒരു സന്ദേശം കേൾക്കാൻ വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സന്ദേശം കേട്ട് അത് മറ്റെവിടെയെങ്കിലും പോയി പ്രസംഗിക്കാനല്ല. അല്ല, ആദ്യം അത് നിങ്ങളുടെ ഹൃദയത്തെ തന്നെ മാറ്റട്ടെ. കർത്താവെ, മറ്റൊരിടത്ത് പോയി പ്രസംഗിക്കാനല്ല എനിക്കിത് കേൾക്കേണ്ടത്. അതൊരാസക്തിയാണ്. എൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുന്നതാണ് എനിക്ക് കേൾക്കേണ്ടത്. അങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാകണം ഞാൻ വ്യത്യസ്തനായ ഒരു വ്യക്തിയായെന്ന്. എൻ്റെ ഓഫീസിലുള്ളവർക്ക് മനസ്സിലാകണം ഞാൻ വ്യത്യസ്തനായ ഒരു വ്യക്തിയായെന്ന്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നിങ്ങൾ കേട്ടത് ഗൗരവമായിട്ടെടുക്കുക. ആ വഴിയറമ്പിൽ വീണ വിത്ത് പോലെ പറവൾ കുത്തിക്കൊണ്ടു പോകാൻ ഇടയാക്കരുത്. ആ പാറ സ്ഥലത്ത് വീണ വിത്ത് പോലെ ഇന്നിത് കേട്ട് നിങ്ങൾ ഉത്സാഹഭരിതരായി 2 ദിവസം കഴിയുമ്പോൾ അത് കരിഞ്ഞു പോകുന്നു. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ. അത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം തന്നെ ഇറങ്ങിപ്പോട്ടെ. ഇതേപ്പറ്റി ധ്യാനിക്കുക. അങ്ങനെ അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരട്ടെ. അത് വേര് പിടിക്കട്ടെ. അങ്ങനെ സ്വർഗീയ ഫലങ്ങൾ കായ്ക്കാനിടയാകട്ടെ. സ്വർഗീയ പിതാവേ,
അവിടുത്തെ ഇഷ്ടം ഇതാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണേ. അങ്ങ് അത് ചെയ്യുമല്ലോ. ഞങ്ങൾ ചോദിക്കുന്നതിലധികം അങ്ങ് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.